വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വേറൊന്നുമല്ല, ഈ സൈഡിൽ കണ്ട വീഡിയോ നിങ്ങൾ കണ്ടായിരിക്കും. ഏകദേശം 5 ലക്ഷത്തിന് മേലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു 5 ലക്ഷത്തിന് ഫോളോവേഴ്സ് ഉള്ള ആ ഒരു ചാനലില് കാണുന്ന വീഡിയോസ് എല്ലാം ഇതുപോലെ അധപതിച്ചതും അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വീഡിയോസുകളാണ് കേട്ടോ. നല്ല വീഡിയോസ് ഒന്നുമല്ല, എല്ലാം ഇതുപോലെയുള്ള വൃത്തികെട്ട രീതിയിൽ നമുക്ക് കണ്ടാൽ തന്നെ ഒരു അറപ്പ് തോന്നുന്ന വീഡിയോസ് ആണ് ഇതിനുള്ളിൽ എത്രയും കിടക്കുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ കുറെ സ്ത്രീകളുണ്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഒരു 12, 1 മണിയോ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വന്നിരുന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ. ഇത് റീൽസിലുള്ളതാണ്. അപ്പൊ റീൽസിൽ ഇങ്ങനെ ആണെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേ. ഇതൊന്നും ആരും പുറത്ത് വിടുന്നില്ല, അതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകണം. ഒന്ന് ആലോചിക്കും, ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ ഇവർക്കൊക്കെ? ഈ ആണുങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ? എന്തായാലും കുറച്ച് വീഡിയോസ് കണ്ടിട്ട് വരാദ്യം. അവന് എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടും. എന്നെ കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ തങ്കത്തിനേക്കാൾ സുന്ദരി ഏത് ലോകത്തിരിക്കുന്നു? എന്തിനാ കളിയാക്കണേ? കളിയല്ല, സത്യം. ഭാഗ്യം. പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ കാണിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ മനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നിർത്തിയേക്കണം. കാരണം ഇത്രയും കണ്ട ആൾക്കാർ അങ്ങ് ആഗ്രഹം സബലീകരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതൊക്കെ ഏത് യൂണിവേഴ്സാണ്? ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന? ഒരു നാണോ ഇല്ല, ഒരു മാനോ ഇല്ല. പകല് പുറത്തേക്ക് ഇറങ്ങിയാല് ഒരു തെറ്റും ചെയ്യാത്ത ശീലാവതിയാണ് ഞാൻ. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ഒരു മുഖ്യമന്ത്രി ആദ്യം നമ്മുടെ ഈ ഒരു ഭരണത്തിൽ കയറിയ ഉടനെ ഇതുപോലുള്ള കുറെ അപരാധം പിടിച്ച ആൾക്കാരെ തൂത്ത് വെളിയിൽ അറിയുക. അത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു സബ്സ്ക്രിപ്ഷനിൽ ഇരിക്കുന്ന ആളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. രേണുസുതി ഇതിനുള്ള പുറപ്പാടാണ്. കുറച്ച് നാളും കൂടി കഴിഞ്ഞാലും ഇനി നമുക്ക് രേണുസുതിയുടെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം കമ്മ്യൂണിറ്റി ഗൈഡൻസിനെതിരായിരിക്കും. അപ്പം ഇതുപോലെയൊക്കെ എതിരായിട്ട് മാറും. അപ്പൊ പിന്നെ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്ത് തോന്നിയ ദിവസം അങ്ങ് കാണിക്കാലോ, ആരും പുറത്ത് വിടത്തില്ല. എന്താണ് ഇതൊക്കെ? പിള്ളേർക്ക് കുറച്ച് മുട്ടായോ ഇല്ലെങ്കിൽ കുറച്ച് പൈസയും കൊടുത്താൽ പിള്ളേരെ പാട്ടിന് ഇറങ്ങിപ്പോകും. അപ്പൊ ഇവർക്ക് ഇത് വീട്ടിനകത്ത് നിന്ന് കാണിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ. ഇത് ഇവർ വിചാരിക്കണ ജീവിതകാലം മുഴുക്കി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഭയങ്കര രസമാണ്. നിങ്ങൾ കുറെ കൂടി പ്രായമാകുമ്പോഴത്തേക്ക് എന്നിങ്ങനെ ഇരിക്കത്തില്ലല്ലോ. കുറച്ചും കൂടി പ്രായം കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല. ഈ ഫോണിൽ കിടക്കുന്ന ഈ അപരാധം പിടിച്ച വീഡിയോസുകൾ മാത്രമേ ഉള്ളൂ. നല്ലതെന്ന് പറയാൻ ഒന്നും കാണത്തില്ല. നാട്ടുകാർ പോലും നല്ലതെന്ന് പറയാൻ കാണത്തില്ല. ഇനി എത്രയൊക്കെ ഇങ്ങനെ മാനം വിറ്റും നഗ്നതാ പ്രദർശനം കാണിച്ചും കാശുണ്ടാക്കിയെന്നാലും നല്ലതെന്ന് പറയാൻ ഒരാളും കാണില്ല. എന്തോ ഇത് കാണിക്കുന്നത്? കുഞ്ഞു പിള്ളേരൊക്കെ വഷളായി പോകണമെന്ന് പറയുന്ന പിള്ളേര് പോയിട്ട് മുതുകിളവന്മാരി പോലും വഷളായി പോകുന്നുണ്ട്. കാരണം ഇതുപോലുള്ള അപരാധം പിടിച്ച സ്ത്രീകളുടെ വീഡിയോസുകൾ കണ്ടിട്ട് വന്നിരുന്നിട്ടാണ് ഓരോന്ന് കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ കുറെ സ്ത്രീകൾ ഞാൻ കാണിക്കും എന്ന് പറഞ്ഞ് രേണുസുതിയെപ്പോലെ ഇറങ്ങി പുറപ്പെട്ടാല് എന്തായിരിക്കും അവസ്ഥ? ഈ നാടിന്റെ അവസ്ഥ. 399 രൂപയ്ക്ക് അടപ്പിച്ച് ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം സബ്സ്ക്രിപ്ഷൻ. ഇതിന് പല ഇതുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സംഭവത്തിനല്ല ഉപയോഗിക്കുന്നത്. പ്രോഡക്റ്റ് റിവ്യൂ, കുക്കിംഗ് റെസിപ്പീസ്, അങ്ങനെ പല കാര്യങ്ങൾക്കാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഒരൊറ്റ പേരേ ഉള്ളൂ. തുണി അഴിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള പേര് വരെ അതിനെത്തിയിട്ടുണ്ട്. ഇവർക്കൊന്നും ചോദിക്കാനും പറയുന്ന വീട്ടിലൊന്നും ആരുമില്ലേ? ഒന്നെങ്കിൽ സപ്പോർട്ടായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവർക്കും പൈസ കിട്ടുന്നുണ്ടല്ലോ, ആ പൈസ മതിയല്ലോ ജീവിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഭാര്യയൊക്കെ ഇങ്ങനെ വിടുന്നതായിരിക്കും. വളരെ മോശം കേട്ടോ, വളരെ മോശം എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ച് ജീവിക്കുന്നത് മനസ്സിലാവുന്നില്ല. സ്വന്തം വീഡിയോ ഒന്ന് റീവാൻഡ് ചെയ്തിട്ടെടുത്ത് നോക്കിയേ, ഏതെങ്കിലും നല്ല ഒരെണ്ണം ഉണ്ടോന്ന്. എന്തെങ്കിലും ഇത് പറ്റുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു വീഡിയോ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ കാണുമല്ലോ, ആ ഒരു വീഡിയോ എടുത്ത് നോക്കാൻ വേണ്ടിട്ട് റീവാൻഡ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും നല്ല ഒരെണ്ണം കാണും അതിനകത്ത്. ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ എന്തൊക്കെയാ ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണെന്ന് തോന്നും.